ഫോണാണ്. എല്ലാവരും തല കുമ്പിട്ടിരിക്കുകയാണ്. തല കുനിഞ്ഞു. തല കുനിയാന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കാനല്ല, ശക്തിയില്ല. ഇവിടെ ഒരു വേണമെങ്കിൽ നമ്മുടെ ഈ ചൈനയിലൊക്കെ കാണാറില്ല നിങ്ങൾ, തൂക്കുപാലം കെട്ടി അല്ലെങ്കിൽ മലയിൽ നിന്നും അപ്പുറത്തെ മലയിലേക്ക് പിന്നെ ഒരു പാലം കെട്ടിയിട്ടുണ്ട്, അവിടെ റോപ്പ് വേ വഴി പോകുക, അങ്ങനെ ഓരോന്നും കേട്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില്ല് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഊട്ടിയിലോ എവിടെ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇരുന്നിട്ട് വാഹനങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം ഞാനത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. എത്ര നിസ്സഹായതയാണ് ശരിക്കത് നമുക്ക് കാട്ടിത്തരുന്നറിയോ. കാരണം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാമറ വെക്കുന്നിടത്തും കൂടി മാലിന്യമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിറച്ച് മുട്ടത്തോടും വേസ്റ്റും എല്ലാതും ഉണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ക്യാമറ മാത്രമല്ല, എന്താണേ കുഴപ്പമില്ല, വരുമായിരിക്കും. ഇനിയിപ്പോൾ അത് വേറൊന്നും കൂടി പറഞ്ഞേ. മഴയത്തൊക്കെ പോകുമ്പോൾ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. കാരണം സ്കിഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള വാഹനത്തിൻ്റെ അടിയിൽ പോയി പെടാതെ ഒരു ട്രാക്കിലൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോവും, ആ വീണ് ഇടിച്ചതിൻ്റെ സമയം പോവും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെ ഒരു പേടിക്കണ്ട. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ, ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആംബുലൻസിൻ്റെ പിന്നാലെ എടുക്കും. അല്ലെങ്കിൽ പിന്നെ ബാക്കത്തെ വണ്ടികൾ ഇങ്ങനെ തൊയിലും കൊടുത്തു, ഓൻ്റെ മുന്നിൽ പോ വേഗം പോ, ഇഞ്ച് പോയിട്ട് വേണം അടുത്ത് പയ്യത്താവാന്ന് പറഞ്ഞ മാതിരി. അപ്പം അങ്ങനെയൊക്കെയാണ് റോഡിൽ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൊട്ടമല വരെ ഒന്ന് പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നഗരത്തിൽ മൊത്തം ക്യാമറയാണ്. അപ്പോൾ നൊട്ടമലയിലും ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുന്നിപ്പുഴ തൊട്ടിട്ട് നെല്ലിപ്പുഴ പാലത്തിൻ്റെ അവിടെ വരെയാണ് ക്യാമറ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നഗരസഭ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ പോയിരുന്നു അവിടെ. അപ്പോൾ പോയപ്പോൾ അവിടെയൊക്കെ ക്യാമറ ഉണ്ട്, ക്യാമറ ഫിറ്റാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് അവിടെ മെയിനായിട്ട് ഈ മാലിന്യം തള്ളുന്നത് രാത്രി കാലങ്ങളിൽ അത് നോക്കാനാണ് നിരീക്ഷണ ക്യാമറകൾ വെച്ചിട്ടുള്ളത്. മാലിന്യം തള്ളാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയാം, മനസ്സിലുണ്ടാവുന്ന മാലിന്യത്തെക്കാളും കൂടുതലാണോ അപ്പോൾ നമ്മൾ പുറത്ത് കളയുന്ന ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ? അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ നമ്മുടെ ഈ കൊച്ചു കേരളം? നമ്മുടെ മനസ്സിലാണ് മാലിന്യങ്ങളുള്ളത്. പിന്നെ മനസ്സിൽ ഒരുപാട് മാലിന്യം ഉണ്ടെങ്കിൽ ഞാനത് പുറത്ത് കളയാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് മാലിന്യം കളയാൻ നമുക്ക് ഏറ്റവും നല്ല വഴി പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇതിനാരാ പ്രാർത്ഥിക്കണേ? എന്തിനാ അമ്പലത്തിൽ പോണു, എന്തിനാ പള്ളിയിൽ പോണു, എന്തിനാ നിസ്കരിക്കാൻ പോണു? എല്ലാവരും ചുവട്ടിലും ഫോണാണ്. എല്ലാവരും തല കുമ്പിട്ടിരിക്കുകയാണ്. തല കുനിഞ്ഞു. തല കുനിയാന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കാനല്ല, ശക്തിയില്ല. അതാണ് നമ്മൾ തല കുനിച്ചുകൊണ്ട് മൊബൈലിൽ നോക്കുന്നത്. എന്തൊക്കെ പ്രാന്തം വർത്തമാനം പറയുന്ന പോലെ. ഇനി കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാൽ, അതായത് അടുത്ത വർഷത്തിൽ നമ്മൾ കേരളത്തിൽ കൂടുതലും പിന്നെ ഭ്രാന്തന്മാരാവും. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും കേട്ടോ. അതുകൂടി പറയാം. കാരണം ഇങ്ങനെ പോയാലേ, ഇന്നിപ്പോൾ ഒരു ന്യൂസിൽ വാർത്ത കണ്ടു. ഞാൻ ഇപ്പോൾ ന്യൂസിൻ്റെ കാര്യമായിട്ട് കേൾക്കല്ല, മാറ്റി വിടുക. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ MDMA കടത്തിയത് അവളുടെ മറ്റേ സാധനത്തിൻ്റെ ഉള്ളിലാത്ര. എന്താണ് ഇതൊക്കെ? എനിക്കത് എങ്ങനെ പറയാന്നറിയില്ല കേട്ടോ, സത്യം പറയാം. അത് അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ പിന്നെ അതൊക്കെ എന്താണ്? അപ്പോൾ സ്ത്രീക്ക് ഇപ്പോൾ ഇത് സ്ത്രീ സുരക്ഷയൊന്നുമില്ലേ? അതായത് സ്ത്രീകൾ പിന്നെ എന്താ പറയുക, സ്ത്രീകൾക്കായിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താ ഇവർ ഉണരാത്ത? അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തോ അല്ലേ, എങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളെ നെല്ലിപ്പുഴയിൽ ക്യാമറ ഉണ്ട് കേട്ടോ, ഇവിടെ ബാക്കിലാണ്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം.
അപ്പോൾ മാലിന്യം തടയാൻ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാണ് അതിനകത്ത് നെല്ലിപ്പുഴ ക്യാമറ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അവിടെ കാണുന്ന കാടുകൾ കുറേ ഉണ്ട്. കാട്, അപ്പയും കുറുന്തോട്ടിയും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്ക് മണ്ണാർക്കാട് നഗരസഭയിലെ ആൾക്കാർക്ക് പണി എടുക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, അവർക്ക് എന്തെങ്കിലും ഒരു ഞാൻ പറയട്ടെ ഒരു ചിലപ്പോൾ ഒരു നിധി കിട്ടും. നിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ച എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമ്മുടെ ഈ നൊട്ടമല കയറുമ്പോൾ തന്നെ ഒരു ക്യാമറ ഉണ്ട്, അവിടെ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മണ്ണാർക്കാടിൻ്റെ ചുരായ നൊട്ടമലയിലാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നൊരു കാഴ്ച കണ്ടു. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇരുന്നിട്ട് വാഹനങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. എത്ര നിസ്സഹായതയാണ് ശരിക്കത് നമുക്ക് കാട്ടിത്തരുന്നറിയോ. കാരണം പിന്നെ ആ മാടി വിളിക്കുന്ന ആൾക്കും ഉണ്ടാവും വിശപ്പ്, അല്ലെങ്കിൽ പോകുന്ന യാത്രക്കാർക്കും ഉണ്ടാവും വിശപ്പ്. പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാരെ വേഷം കണ്ടിട്ട് പോലും അളക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് അതിനോട് പറയാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിസ്സഹായത മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം കേട്ടോ. ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണാർക്കാട് നഗരസഭ വന്നിട്ട് 46 ക്യാമറകളാണ് നമ്മുടെ നഗരത്തിൽ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ മെയിനായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ നഗരത്തിൽ ഏതൊക്കെ വാഹനങ്ങൾ പിന്നെ ലൈൻ ട്രാഫിക്ക് തെറ്റിച്ച് പോകുന്നുണ്ട്, അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരസഭയും മണ്ണാർക്കാട് ട്രാഫിക് പോലീസും കൂടി ചേർന്നിട്ട് സംയുക്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നൊട്ടമലയിലും ഉണ്ട് ഇത്ര ക്യാമറ. അപ്പോൾ ഞാനൊന്ന് പോയോക്കാണ്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാലിന്യങ്ങൾ തള്ളുന്നത്, രാത്രി കാലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ലോറിയിൽ നിന്നും അതേപോലെ ബൈക്കിൽ നിന്നും കാറുകളിൽ നിന്നും എല്ലാവരും രാത്രി നമ്മുടെ മണ്ണാർക്കാട് നൊട്ടമലയിൽ മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം മാത്രമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൊട്ടമല മുഴുവൻ കാടും പിന്നെ അപ്പിയും കുറുന്തോട്ടിയും എല്ലാതും കൂടി കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കാടും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മാലിന്യം ഒരിക്കലും നിക്ഷേപിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചിട്ട് ഒരു ലോറി ആക്സിഡൻ്റ് ആയിട്ട് അത് അവിടുത്തെ ബാരിക്കേഡല്ല, ആ ഡിവൈഡർ തകർന്ന് വീണിട്ടുണ്ട്. ഇന്നേ വരെ അത് ശരിയാക്കാനും അത് വന്ന് പോയി നോക്കാനൊന്നും നമ്മുടെ മണ്ണാർക്കാട് നഗരസഭയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചിട്ട് ആരെങ്കിലും വീണ്ടും മരണമടയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പനയമ്പാടത്ത് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നഗരസഭ ഇതിന്ന് ഇടപെടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ശരിയാക്കിയതാണ് ഈ ഡിവൈഡർ. ഇത് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള തന്നെയാണ്. പക്ഷേ ഇവിടെ മാലിന്യങ്ങൾ കൂടുതൽ കടക്കാനുള്ള ചാൻസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കാടും പൊന്തകളും എല്ലാം കൂടി അടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ മാലിന്യങ്ങൾ കൂടുതൽ നിക്ഷേപിക്കുന്നത്. ഇനി ഇത് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഗരസഭയിൽ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും, നിധികളായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. കാരണം അത്രയും മാലിന്യങ്ങളാണ് നമ്മുടെ മണ്ണാർക്കാടിലുള്ളത്. പള്ളി. അപ്പോൾ പിന്നെ ഇവിടെ ക്യാമറ ഫിറ്റാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഇവിടെ ബോക്സും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡും അതേപോലെ എല്ലാതും ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം താമസിയാതെ ക്യാമറകൾ വരും. അപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ തള്ളു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മാലിന്യങ്ങൾ. ഇപ്പോൾ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഇതൊക്കെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്.
നമ്മുടെ മണ്ണാർക്കാടത്തെ നഗരസഭ ഇതൊന്നും അറിയണം കേട്ടോ. ഇവിടെ ഇനി വേറെ എന്തെങ്കിലും, അതായത് നമ്മുടെ അട്ടപ്പാടീശ്വരത്തു നിന്ന് നമുക്ക് ബോഡി കിട്ടിയില്ലേ കോഴിക്കോടത്തെ ഓരോ ടീമേരെ, അപ്പോൾ അതേപോലെ വല്ല മാലിന്യങ്ങളും അല്ലെങ്കിൽ ശവങ്ങളോ അങ്ങനെ തന്നെ പറയണല്ലോ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലധികം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാടൊക്കെ ഒന്ന് വെട്ടി മതി. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇഷ്ടംപോലെ എന്താ പറയുക, ഇതല്ലോ ഇതൊക്കെ മാലിന്യങ്ങളാണ്. ഇനി ഇതിൻ്റെ താഴെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആര് കണ്ടു? അപ്പോൾ ക്യാമറ നഗരത്തിൽ മാത്രം ഫിറ്റാക്കിയിട്ട് എന്താണ് പ്രയോജനം? ഈ ഉള്ളേരിയക്കടേന് ശരിക്കും, അല്ലെങ്കിൽ ആരും വരാത്ത വഴിക്കടേന് നമ്മൾ ക്യാമറ ഫിറ്റാക്കേണ്ടത്. ഇവിടുന്ന് ഈ കാടൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് മാലിന്യം തള്ളുക? ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങടുത്ത്, നമ്മുടെ മനസ്സിലാണ് ഏറ്റവും വലിയ മാലിന്യം, അല്ലാതെ നമ്മൾ വലിച്ചെറിയണ ഇതിനല്ല മാലിന്യം. അത് പ്ലാസ്റ്റിക്കിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവമാണ്. എന്നാലും നമ്മുടെ മണ്ണാർക്കാടത്തെ നഗരസഭ ഇതൊന്നും അറിയണം, എല്ലാവരും അറിയണം. അപ്പോൾ ഇതിക്കിടയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യണവരാണ്. യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലും ഡിപ്രഷനും ടെൻഷനും ഹൈ ടെൻഷനും HD ലൈനും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാവും അധികം. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൻ്റെ പ്രകൃതി ആസ്വദിക്കണമെന്നോ റോഡിൻ്റെ ഡ്രൈവിങ് ആസ്വദിക്കണമെന്നോ അവർക്കില്ല. അവർക്ക് അങ്ങനെ വണ്ടി എടുക്കണം, പോകണം, അവരാവശ്യം കഴിയണം, അല്ലെങ്കിൽ ആവശ്യം നടക്കണം. ആ രീതിയിലാണ് അവർ യാത്ര ചെയ്യണില്ലേ പോണത്. അപ്പോൾ ഇവിടുന്ന് ഈ കാടും ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ താഴത്തുനിന്ന് വാഹനങ്ങൾ വരുന്നതും ഒക്കെ നമുക്ക് അടിപൊളി വ്യൂ പോയിൻ്റായിട്ട് നമുക്ക് മണ്ണാർക്കാടിനെ ഉപയോഗിച്ചൂടെ? മണ്ണാർക്കാടിനെ പറ്റിയിട്ട് ചിലവർ അടിപൊളിയായിട്ട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്ക് എന്താ പറയുക പറയേണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ക്യാമറ എത്രയും പെട്ടെന്ന് ഇവിടെ ഫിറ്റാക്കിയിട്ട് പരമാവധി നിങ്ങൾ എന്താ പറയുക സഹകരിക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനും ഇതിനൊക്കെ കഴിയുള്ളൂ. പിന്നെ നഗരത്തിൽ ക്യാമറ വെച്ചാൽ എന്താ അറിയോ, പൈസ പരമാവധി പൈസ എടുക്കണം. അത് എങ്ങനെയാണെങ്കിലും ജനങ്ങൾക്ക് ആദ്യം ട്രാഫിക്കിൻ്റെ ബോധവൽക്കരണം മണ്ണാർക്കാട് ട്രാഫിക് പോലീസുകാർ കൊടുക്കണം. അപ്പോഴല്ലേ അവർക്ക് അറിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നെല്ലിപ്പുഴ പാലത്തിലൊരു ബോർഡ് വയ്ക്കുക, കുന്തിപ്പുഴ പാലത്തിലൊരു ബോർഡ് വയ്ക്കുക. നിങ്ങൾ ട്രാഫിക്കിൻ്റെ റൂൾസുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മണ്ണാർക്കാട് നഗരത്തിലൂടെ വരിക എന്ന് മാത്രം എഴുതി വയ്ക്കുക. അപ്പോൾ അവർക്ക് ഏകദേശം അപ്പോൾ അവർ എല്ലാവരോടും പറയും. അതായത് പിന്നെ എന്താ പറയുക, അവർ മറ്റുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് ഇത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അവരറിയും. അപ്പോൾ മണ്ണാർക്കാടിനെ പറ്റിയിട്ട് അവർക്കൊരു ഏകദേശം ഒരു ബോധം ഉണ്ടാവും ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടെ ക്യാമറ വെക്കുന്നിടത്തും കൂടി മാലിന്യമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിറച്ച് മുട്ടത്തോടും വേസ്റ്റും എല്ലാതും ഉണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ക്യാമറ മാത്രമല്ല, എന്താണേ കുഴപ്പമില്ല, വരുമായിരിക്കും. ഇനിയിപ്പോൾ അത് വേറെ കൂടി പറഞ്ഞേ, നമ്മുടെ നഗരത്തിൽ നിന്ന് കുറച്ച് പൈസ ഇട്ടിട്ട് വേണം ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ. അതേപോലെ ഭയങ്കര വൃത്തിയാണ് ഇതൊക്കെ. മുനിസിപ്പാലിറ്റിയുടെ അടിച്ചു വാരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർ വന്നിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്താൽ ഈ ചപ്പും ചാപ്പും റോഡിൽ ഈ മഴ പെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ കൊമ്പും എലി ഇതൊക്കെ വീഴുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ? നമുക്ക് ഇനിയും തലമുറകൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പരമാവധി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ എൻ്റെ പണ്ടത്തെ നൊട്ടമല ഓർമ്മ വരും എനിക്ക്. ഏകദേശം 1990-95 കാലത്തിലേ ഇങ്ങനെ ആയിരുന്നില്ല. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഇത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ പരന്നതായിരുന്നു. പരന്നിട്ടുള്ള പിന്നെ ഇരിക്കാനൊക്കെ പറ്റും നമുക്ക്. ഇരുന്ന് കഴിഞ്ഞാൽ വീഴില്ല. അങ്ങനെ ചെരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അന്ന് പിന്നെ വാഹനങ്ങളും കമ്മിയാണ്. അതേപോലെ അശ്രദ്ധമായിട്ട് ആരും വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റൂൾസ് മനസ്സിലാക്കാതെ പോവുകയോ ഒന്നും ഒരിക്കലും ചെയ്യില്ല. അന്നൊക്കെ കറക്റ്റ് കാര്യങ്ങളായിരുന്നു. അതാ ഒരു മൈന, ഒറ്റ മൈന കണ്ടാൽ പിന്നെ അന്ന് ദുഃഖാന്ന് പറഞ്ഞത്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണതാണ്. ശരിക്കും ഒറ്റ മൈനെ കണ്ടാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ
അന്നത്തെ നൊട്ടമല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഒരു 1/2 മീറ്റർ ഏകദേശം ചുരം താന്ന് തുടങ്ങിയിരുന്നു റോഡിൻ്റെ. അത് ദിവസേന ഒരു 1000കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ റോഡിൻ്റെ ഒരു കനത്തിൻ്റെ ആ രീതി മാറും. അപ്പോൾ എപ്പോഴും എനി ടൈം രാത്രിയാണ് കൂടുതൽ ലോഡ് വാഹനങ്ങൾ പോവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ നൊട്ടമലയ്ക്ക് ചെറുതായിട്ടൊരു ഇറക്കം, അതായത് ചെരിവ് കിട്ടിയിട്ടുണ്ട്. മുക്കണ്ണം പാലം കഴിഞ്ഞ വർഷമാണ് അത് ഉദ്ഘാടനം ചെയ്തതും റോഡ് തുറന്നു കൊടുത്തതും അതൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആ പാലത്തിൽ 2 സൈഡിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കുറച്ച് 2 മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആ റോഡ് പഴയ മുക്കണ്ണം പോലെ തന്നെയാവും, കോങ്ങാട് മണ്ണാർക്കാട് റോഡ് പോലെ തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നടപടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ശരിയാക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യം കൂടുന്നതിനനുസരിച്ചിട്ടുള്ള വേഗതയിൽ പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരും. അപ്പോൾ നമുക്കിപ്പോൾ വേഗതയിലാണ് ഇപ്പോൾ ജീവിതം കഴിയണത്. ആരെയും മനസ്സിലാക്കാനും ഒന്ന് നോക്കി ചിരിക്കാനും ഒന്നും പറ്റുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരോ ആൾക്കാരുടെ ഓരോരോ പ്രത്യേക പ്രവൃത്തികൾ. ഇവിടെ ശരിക്ക് മാലിന്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ഈ ചൈനയിലൊക്കെ കാണാറില്ല നിങ്ങൾ, തൂക്കുപാലം കെട്ടി അല്ലെങ്കിൽ മലയിൽ നിന്നും അപ്പുറത്തെ മലയിലേക്ക് ഒരു പാലം കെട്ടിയിട്ടുണ്ട്, അവിടെ റോപ്പ് വേ വഴി പോകുക, അങ്ങനെ ഓരോന്നും കേട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില്ല് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ ഊട്ടിയിലോ മറ്റേ മൂന്നാറിലോ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ ഈ കേരളത്തിലാവുകൊണ്ടാണ് വിശ്വാസം കമ്മി. കാരണം വിശ്വസിച്ചിട്ട് പോകാനും പറ്റില്ല. പോയാൽ ഇൻഷൂറും കാര്യങ്ങളൊന്നും കിട്ടൂലേ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ ഒരു വ്യൂ പോയിൻ്റായിട്ടും കൂടി നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ എന്ത് പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഉപയോഗം വന്നേക്കാം. പിന്നെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് 2K പിള്ളേരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് വീഡിയോ എടുക്കാനും കൂടിയും പേടിയാണ്. കാരണം പിന്നിന്ന് വന്ന് തല്ലോ, പിന്നിന്ന് വന്ന് കുത്തുവോ വെട്ടുവോ, ഇതൊക്കെയാണ് ശരിക്കും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തൊക്കെയോ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ച് പോവുകയാണ്. രാവിലെ എണീക്കണു, ഭക്ഷണം കഴിക്കണു, ഉറങ്ങണു. ആ ഉറക്കത്തിൽ തന്നെ ഇനിയിപ്പോൾ രാവിലെ ഉണ്ടോയെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലം കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ. മഴ ഇപ്പോൾ പെയ്തു. പിന്നെ എൻ്റെ നാട്ടിലേക്ക് മഴ തന്നെ പെയ്തിട്ടില്ല. അവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് തുള്ളി മാത്രമേ ഉള്ളൂ. നല്ല മനസ്സുള്ളവരെ നാട്ടിലാണ് മഴ പെയ്യാലേ ശരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ നഗരത്തിൽ ബസ്സുകളൊക്കെ റോഡിൻ്റെ നടുക്കിലാണ് നിർത്തലധികം. കാരണം അവർ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് ബസ്സുകൾ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ട് നിർത്തുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം. പിന്നെ ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു, ഇന്നലെയും ഇന്നൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല മഴ ഉണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ മഴ പോയി. എന്തായാലും നമുക്ക് വെറുതെ ഒന്ന് നടന്നു നോക്കാം. കുറച്ച് മുന്നേ മണ്ണാർക്കാട് നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോഴും ബ്ലോക്ക് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ പിന്നെ കോടതിപ്പടി ജംഗ്ഷൻ വരെ, ചിലപ്പോൾ കുന്തിപ്പുഴ ഇറക്കം വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിൻ്റെ പരിഷ്കാരം മാത്രമാണ്. അത് ഈ റോഡിൽ കോടതിപ്പടിയൊക്കെ ബസ്സുകൾ ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ നടുക്കളൊക്കെ നിർത്തുന്നത് കാണാറുണ്ട്. അവിടെ ട്രാഫിക്കിൻ്റെ പോലീസുകാരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയെടുത്ത് ഇവർക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാമല്ലോ, മൈക്ക് വെച്ചിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാം, നിർത്തരുത്, വേണമെങ്കിൽ ഇന്ന ജോലി ഏൽപ്പിച്ചാൽ മതി, ഞാൻ ചെയ്യാം. ഇപ്പോൾ ജോലിയുടെ ബുദ്ധിമുട്ടല്ലേ മെയിനായിട്ട്, ബാക്കിയെല്ലാം ഉണ്ടല്ലോ.
ഞാൻ വേറെ ഒന്നുകൂടി പറയാം കേട്ടോ. ഈ കാറിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അവർ നല്ല രീതിയിലല്ല ഡ്രൈവ് ചെയ്യണത്. അത് 95% പേരും നല്ല രീതിയിലല്ല ഇവർ കാറിൻ്റെ ഡ്രൈവിംഗ് മെറ്റീരിയലായിട്ട് കൊണ്ടുപോകുന്നത്. നല്ലൊരു കാറ് സീബ്ര ലൈനിലാണ് നിർത്തിയിട്ടുള്ളത്. ശരിക്കും സീബ്ര ലൈനിൻ്റെ ഇപ്പുറത്ത് വേണം നിർത്താൻ. അത് ശരിക്ക് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വെള്ളവരുടെ ഇപ്പുറത്തിങ്ങനെ വരരുതെന്ന് അവർക്ക് അറിയാം. പക്ഷെ എന്നാലും അതാ ചെയ്യുള്ളൂ. ഒന്ന് വന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു ധിക്കാരാണ് ശരിക്ക് നമ്മുടെ മലയാളികളായ ഡ്രൈവർമാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം, അഹങ്കാരമായിട്ടുള്ള ഡ്രൈവിങ്. അതിന് ഈ കാറിൻ്റെ കാര്യം പറഞ്ഞേ, ഒന്നെങ്കിലും ഇവര് റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടാവും, അല്ലെങ്കിൽ ഇവര് ഫോണിലാവും. 99.100% ഇവരിങ്ങനെ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇവര് പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, കുട്ടികളുണ്ടാവും. കുട്ടികളൊന്നും ഫ്രണ്ട് സീറ്റിൽ ഇരുത്താനേ പാടില്ല. അപ്പോൾ ഇവരത് കൊഞ്ചിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടും ഈ ഫോണുകളൊക്കെ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ. ബാക്കിൽ വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സൈഡിൽ വരുന്ന ഒരാൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ, അതൊന്നും നോക്കൂല. അപ്പോൾ ഈ നോക്കാതെ ഡ്രൈവിംഗാണ് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ ശരിക്കും ബൈപ്പാസ് വഴി പോകുന്ന വാഹനങ്ങളാണ്. ചെറിയ ലൈറ്റ് മീഡിയം വെഹിക്കിളൊക്കെ ഇതൊക്കെ എടുത്തിട്ട് കത്തി കിട്ടാം. പിന്നെ എങ്ങനെയാണ് പിന്നെ ബ്ലോക്ക് വരാതിരിക്കാം. പിന്നെ അതിനനുസരിച്ച് ബസ്സും അത് തന്നെ പാലക്കാട് കോഴിക്കോട് ബസ്സാണെങ്കിലും പറയാം. ബസ്സിനൊക്കെ നമ്മൾ പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പരിഗണന കൊടുക്കണം. അപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, നമ്മുടെ കോഴിക്കോട് ഓടുന്നൊരു വണ്ടി എടുക്കുക, ചീറ്റപ്പുലി എന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കുക. അപ്പോൾ അതിനെത്രയൊക്കെ ഫൈന് വന്നിട്ടില്ല, ഫൈനൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വളരെ മോശമാണ്. നമ്മൾ ആളുകളെ കൊണ്ടുപോകുമ്പോൾ വെറുപ്പിക്കാതെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അതെന്തോ അതൊക്കെ അവരുടെ കാര്യം, അതിനൊക്കെ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയോക്കാം. ഇവിടെ കോടതിപ്പടി ക്യാമറ ഉണ്ട്. അതായത് കോടതിപ്പടി ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ക്യാമറ ഉണ്ട്. ക്യാമറ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥ. ഇതൊക്കെ ശരിക്കും എന്താ അറിയോ, പൊതുജനങ്ങളെ അറിയിക്കണം. നഗരത്തിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത് നഗരസഭ തന്നെ വിളിച്ചു പറയണം. അല്ലാതെ ഇവരെങ്ങനെ അറിയാം?